അൻവറിൽ നിന്ന് തുടങ്ങാം. അൻവർ വിജയമായിരുന്നോ പരാജയമായിരുന്നോ എന്നതല്ല പ്രധാനം. ഇപ്പോൾ ബിഗ് ബിയിൽ നിന്ന് തുടങ്ങി അൻവറിൽ എത്തി നിൽക്കുമ്പോൾ അൻവർ എന്ന് പറയുന്നൊരു ചിത്രം പ്രേക്ഷകർ ഏതൊരു ചിത്രത്തെ കാണുന്ന പോലെയും വിവിധ കാഴ്ചപ്പാടുകളോടെ ആയിരിക്കും കണ്ടത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രണ്ട് അഭിപ്രായം ഉണ്ടാവും. അമൽ നീരദ് എന്ന് പറയുന്നൊരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അൻവർ തന്നൊരു അനുഭവം എന്തായിരുന്നു? ഉണ്ടെന്നുണ്ട്. അല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കും പൃഥ്വിരാജിനും കൂടെ ഒരു പൃഥ്വിരാജ് ചെറുപ്പക്കാരൻ സുന്ദരനുമായിട്ടുള്ള നായകൻ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് നായികനെ കാണുന്നു. നായകൻ്റെ അച്ഛനും ബ്രദറുമായിട്ട് അവസാനം ഇടിയുണ്ടാക്കിയതിന് ശേഷം നായികയുമായിട്ട് സന്തോഷമായിട്ട് മമതയായിട്ട് ജീവിക്കാൻ പോകുന്നതിൽ തീരുന്നൊരു സിനിമ എടുക്കാവുന്നുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നതാണ്. ആ സിനിമ നമ്മൾ എടുക്കുമ്പോഴും ഇതേപോലെ തന്നെ അത് വേണമെങ്കിൽ യുനാനിമസ് ആയിട്ട് സന്തോഷിക്കാനായിട്ടുള്ള സ്പേസും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടെടുത്തൊരു തീരുമാനമാണ്, അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്നിരിക്കെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു കഥ പറഞ്ഞു നോക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു കഥ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കൂടെ ഒരൊറ്റ റിയാലിറ്റി മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഈ സിനിമ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തിരുന്ന അശോക ഫ്ലാറ്റ്സിൻ്റെ മുകളിൽ നമ്മളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ മുകളിൽ 5 ഏജൻസികളുടെ മോക്ക് പരേഡ് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ NSG, നേവി, കേരള പോലീസ്, അങ്ങനെ 4-5 ഏജൻസികൾ നമ്മുടെ ഹെലികോപ്റ്ററിൽ വന്നിട്ട് നമ്മുടെ ഫ്ലാറ്റിൻ്റെ മുകളിൽ തൂങ്ങി ഇറങ്ങുകയും അങ്ങനെ ഒരു മോക്ക് പരേഡ് 2 പ്രാവശ്യം അങ്ങനെ കൊച്ചിയിൽ മോക്ക് പരേഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന മുഴുവൻ സമയം NSG ഗാർഡ്സ് മട്ടാഞ്ചേരിയിലെ സിനഗോഗും കൊച്ചിയിലെ വാസ്കോഡഗാമ പള്ളിയും ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അത് 10-20 ബ്ലാക്ക് യൂണിഫോമിലുള്ള NSG ഗാർഡ്സ്. അപ്പോൾ ഇത് നടക്കുന്നത് ഡൽഹിയിലും ബോംബെയിലും ഒന്നുമല്ല, ഇത് നടക്കുന്ന കൊച്ചിയിലാണ്. അപ്പോൾ ഇത് കണ്ടില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നില്ല. കാര്യം സിനഗോഗ് ഞാനൊക്കെ ജനിച്ച സമയം തുടങ്ങി മട്ടാഞ്ചേരിക്കകത്തുള്ളതാണ്. അവിടെ ഉള്ളത് കുറേ വളരെ പ്രായമുള്ള കുറച്ച് യങ് ജൂകളെല്ലാം തിരിച്ചു പോയി പ്രായമുള്ള കുറേ മനുഷ്യർ മാത്രമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയാവുന്ന എൻ്റെ ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല ഈ NSG ഗാർഡ്സ് ഹെലികോപ്റ്ററിൽ തൂങ്ങിയിറങ്ങുമ്പോഴും മോക്ക് പരേഡുകൾ 2 നടക്കുമ്പോഴും ഹൈക്കോർട്ടിലും അവിടെയൊക്കെ ആയിട്ട് മോക്ക് പരേഡുകൾ 2 നടക്കുമ്പോഴും ഇതെല്ലാം ഇതേപോലെ NSG ഗാർഡ്സ് ഗാർഡ് ചെയ്യുമ്പോഴും ഒരു ലോക്കൽ അല്ലെങ്കിൽ അകത്തുനിന്ന് വരുന്ന ഒരു ചെറിയ ഫൈറ്റ്, ഒരു പ്രശ്നത്തിന് വേണ്ടിയാണ് അത്രയും ജാഗ്രതയോടെ നമ്മുടെ ഇതേപോലെ ഈ 5 ഏജൻസികൾ NSG, നേവി, കേരള പോലീസ്, കോസ്റ്റ് ഗാർഡ്, അങ്ങനെ ഇവരെല്ലാവരും കൂടെ നമ്മുടെ ഈ സ്ഥലം ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ര ഒരു സിമ്പിൾ ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ഒരു ഫോറിൻ ഇൻവേഷനെ കുറിച്ച് ഉള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് നമ്മുടെ ഏജൻസികൾക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ പടം വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവമാണ് പറഞ്ഞത്. ഞാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെല്ലാ ദിവസവും കൊച്ചിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതും കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ NSG ഗാർഡ്സ് അവിടെ അവിടെ ഗാർഡ് ചെയ്തുകൊണ്ട് 1 മാസത്തോളം അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനും പൃഥ്വിയും കൂടെ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് നമ്മൾ ഈ ലവ് സ്റ്റോറി ഇപ്പോൾ പറയുന്നില്ലെന്നും ഈ കഥ ഇപ്പോൾ പറയാമെന്നുള്ളത്. അപ്പോൾ അതിൽ തികച്ചും നമുക്ക് കൃത്യമായിട്ട് സത്യസന്ധമായിട്ടും അതിൽ ഈ കഥ പറയാൻ പറ്റി. യൂട്യൂബ് അടക്കമുള്ള സൈറ്റിൽ നിന്ന് പുറത്തു വരുന്ന സിനിമകളെയൊക്കെ വിമർശിക്കാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ വേറൊരു വശം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വ്യക്തിപരമായി താഴ്ത്തി കെട്ടാനുള്ളൊരു വേദിയാക്കി മാറ്റാറുണ്ട് പലപ്പോഴും യൂട്യൂബ് പോലുള്ള സൈറ്റൊക്കെ. അമൽ നീരദ് എന്നൊരു സംവിധായകനെ വ്യക്തിപരമായി ഇത്തരം വിമർശനങ്ങൾ യൂട്യൂബിലൊക്കെ ഉള്ളൊരു വിമർശനങ്ങൾ മാനസികമായി എത്രത്തോളം ബാധിക്കാറുണ്ട്? അല്ല, തീർച്ചയായിട്ടും. കാര്യം ഞാൻ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ MT സാറ് സ്ക്രിപ്റ്റ് എഴുതി ഭരതൻ സാറ് സംവിധാനം ചെയ്തിട്ടുള്ള നിർമാല്യം എന്ന് പറയുന്ന സിനിമ PJ ആൻ്റണിക്ക് നമ്മൾ മലയാളത്തിലോട്ട് ആദ്യത്തെ ഭരത് അവാർഡ് വന്ന സിനിമയാണ്. ആ സിനിമ ഇന്നത്തെ നമ്മുടെ ഒരു സാമൂഹിക അവസ്ഥയിൽ ആ സിനിമ 30 വർഷം മുമ്പ് കേരളത്തിലെടുത്തിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള സിനിമയാണ്. ഇന്ന് കേരളത്തിൽ അത് എടുക്കാൻ പറ്റുമോ, അത് റിലീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ട ഒരു പ്രശ്നം. അപ്പം 30 വർഷത്തിന് ശേഷം നമ്മൾ 30 വർഷം മുമ്പ് ചെയ്തൊരു കാര്യം നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ഒരു ക്രിയാത്മകമായിട്ടുള്ളൊരു വിമർശനം കൊണ്ട് ഒന്നുമില്ല ഞാനെങ്കിലും നന്നായാൽ കാര്യം
എന്താ ഇപ്പോൾ ഒരു ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നത്. കാര്യം വിമർശനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് നമ്മുടെ പുറകിൽ വളരുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ തന്നെ ഡീല് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് നമ്മൾ കാണാതെ എല്ലാവരും കൂടെ വന്നിട്ട് ഗംഭീരം ഗംഭീരം എന്ന് പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ അവിടെ വെച്ച് തീരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പക്ഷെ വിമർശനങ്ങൾ എല്ലാ എല്ലാ ക്രിയേറ്റീവായിട്ടുള്ള വിമർശനങ്ങളും സസന്തോഷം എടുക്കുകയും അതല്ലാതെയുള്ള വിമർശനങ്ങൾക്ക് അതിനർഹിക്കുന്ന പുച്ഛത്തോടെ അതിനെ കാണാൻ പറ്റുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണെന്ന് തോന്നി ഏതൊരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിൻ്റെയും ഇവിടെ നിലനിൽക്കാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ അത് എൻ്റെയും അതിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല കാര്യം. അപ്പോൾ അത് എനിക്ക് മുമ്പ് ഇഷ്ടംപോലെ പേര് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും അതിൽ കൂടെ ട്രാവൽ ചെയ്യാനായിട്ട് തയ്യാറുമാണ്, റെഡിയുമാണ്. ഏതൊരു സംവിധായകനും കേൾക്കേണ്ടി വരുന്ന പോലെയും ഇപ്പോൾ താങ്കൾക്കും ഒട്ടേറെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരുമല്ലോ. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന്, അമൽ നീരദ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഛായാഗ്രാഹകരിൽ ഒരാളാണ്. പക്ഷേ സംവിധായകനായിട്ട് മാറിയതിനു ശേഷം കഥകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പലപ്പോഴും പരാജയപ്പെടുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഇങ്ങനെയൊരു അഭിപ്രായം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ ഈ ഒരു അഭിപ്രായത്തെ എങ്ങനെയാണ് കാണുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിൽ മാത്രം ഉള്ളൊരു ഡിസ്കഷൻ. ഇപ്പം അത് ഇപ്പം എനിക്ക് മാത്രം കേൾക്കേണ്ടി വന്നിട്ടുള്ളതല്ല. ഇപ്പോൾ ഇത് പലർക്കും, ഇപ്പോൾ ലോഹി സാറ് സിനിമ ചെയ്തിരുന്ന സമയത്ത് പറഞ്ഞിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഹി സാറ് മികച്ചൊരു തിരക്കഥാകൃത്താണ്, പക്ഷെ അദ്ദേഹത്തിന് സിനിമയുടെ ലാംഗ്വേജ് സംവിധായകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് എന്തോ പറ്റുന്നില്ല. അല്ലെങ്കിൽ വേറെ ഏത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മാത്രമുള്ളതാണ് തിരക്കഥാകൃത്തുകൾ സംവിധായകരാകുമ്പോൾ മറ്റുള്ളവരെന്ത് ചെയ്യും, അല്ലെങ്കിൽ ക്യാമറാമാൻ സംവിധായകനാകുമ്പോൾ മറ്റുള്ളവരെന്ത് ചെയ്യും. ഇത് എല്ലാവർക്കും ചെയ്യാനായിട്ടില്ലേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നും ഇല്ലാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഇല്ലാത്ത ഒരു പുതിയ പയ്യനെ വന്നിട്ട് സിനിമ എടുക്കാം. അയാൾക്ക് വേണമെങ്കിൽ നമ്മളെല്ലാവരും നാണിപ്പിക്കുന്ന പോലത്തെ സിനിമ എടുക്കാനും പറ്റും. അത് അങ്ങനെയാണല്ലോ കാര്യം. കല അങ്ങനെ തന്നെ പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ പയ്യനെ വന്ന് എടുക്കാവുന്ന പോലെ തന്നെ നമ്മൾ ക്യാമറ ചെയ്ത ഒരാൾക്കും സ്ക്രിപ്റ്റ് ചെയ്ത ഒരാൾക്കും അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ സംഗീതം ചെയ്ത്, ഇപ്പോൾ വിശാൽ ഭരദ്വാജ് എന്ന് പറഞ്ഞിട്ടുള്ള ബോംബെ എന്നുള്ള ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള ഏറ്റവും നല്ല ഫിലിം മേക്കേഴ്സിൽ ഒരാൾ, അയാൾ മ്യൂസിക് ഡയറക്ടറായിരുന്ന പാർട്ടിയാണ്. അല്ലെങ്കിൽ അതേപോലെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടും സിനിമ എടുക്കാം. അപ്പോൾ അതിന് പുതിയൊരാൾ വരുമ്പോൾ പുതിയൊരാൾ സത്യം പറഞ്ഞാൽ സേഫാണ്. കാര്യം എനിക്കറിയാവുന്ന എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മലയാളത്തിലോട്ട് സിനിമ എടുക്കാൻ വരുമ്പോൾ ഞാൻ കഷ്ടകാലത്തിനൊരു ഫിലിം സ്കൂളിൽ പോയെന്നും അവിടുന്ന് ഒരു സിനിമോട്ടോഗ്രാഫിയിൽ ഒരു ഡിഗ്രി ഉണ്ടെന്നും അത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ബാഡ് പോയിന്റ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ അത് ഞാൻ പറഞ്ഞ പോലെ ലോഹി സാറിൻ്റെയും രഞ്ജിയേട്ടൻ്റെയും എല്ലാം ഏറ്റവും വലിയ ബാഡ് പോയിന്റ് അവർ നല്ല സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ടെന്നുള്ളത്. അപ്പം അതെങ്ങനെയാണ് ഇപ്പോൾ അതെന്തുകൊണ്ടാണ് അത് മലയാളത്തിൽ മാത്രം ഉണ്ടാകുന്നൊരു ഡിസ്കഷനാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെവിടെയും അങ്ങനൊരു കുറേ നാളുകൾ വേറൊരു ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്ത ഒരാൾ സിനിമ എടുക്കാൻ വരുമ്പോൾ അതിനെ കുറച്ചും കൂടെ ഇത് വേറൊരു രീതിയിലാണ് കാണുന്നത്. എൻ്റെ സിനിമകളെ കുറിച്ചുണ്ടായിരുന്ന ഇപ്പം ഈ കഴിഞ്ഞ 2 സിനിമകളെ കുറിച്ചുള്ളൊരു വലിയ വിമർശനം ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പടത്തിലില്ല. ഞാനതിൽ വലിയ സന്തോഷമാണ്. ഈ പടത്തിൽ ഒരു അമൽ നീരദ് നായകന്മാരെ നടത്തുവാണെന്ന് പറയുന്ന സാധനം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഫസ്റ്റ് സീനിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് ഓടുമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നടത്തത്തിൻ്റെ സംഭവം ഈ പടത്തിൽ നിന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വിമർശനങ്ങൾ നടത്തമില്ല. പിന്നെ ഉള്ളത് മഴയാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനത് പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 3 സിനിമയിലും ഓരോ സീനിൽ മഴയുണ്ട്. നമ്മൾ മെയ്യിൽ തുടങ്ങിയ മഴ നവംബറിലും മാറാതിരിക്കുന്ന കേരളത്തിൽ നിന്ന്, കാര്യം 10 മാസം മഴ പെയ്യുന്ന കേരളത്തിൽ നിന്ന് 65 സീനിലുള്ള സിനിമയിൽ ഒരു സീൻ മഴ വെക്കുക എന്നുള്ളത് ഞാൻ മലയാളത്തിൽ സിനിമ എടുക്കുമ്പോൾ ഒരു മലയാളി എന്നുള്ള രീതിയിൽ എൻ്റെ ജന്മാവകാശമാണ്. അപ്പോൾ മഴ, അപ്പം നടത്തം പോയി മഴ ആണ്. അപ്പം മഴയുടെ കാര്യം തന്നെ ഇപ്പോൾ ഒരു സീനിൽ ഞങ്ങൾക്ക് ഇപ്പം മഴ വേണ്ടെന്ന് വെക്കാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ തരംഗണി യൂണിറ്റിനെ കട്ട് ചെയ്ത് മഴ പെയ്പ്പിക്കുന്ന യൂണിറ്റിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ്, ജോലിയും കുറവാണ്. പക്ഷേ ഞാൻ ശരിക്കും വിമർശനം കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഒരു സീനിൽ മഴ വെച്ചത്. ആ മഴ മാറ്റിയിരുന്നെങ്കിൽ ഒന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ ഈ ചോദിച്ച പോലെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ 10 മാസം മഴ പെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒരു സീന് മഴ വെക്കാൻ എനിക്ക് പാടില്ലേ. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ നടത്തം മഴ, പിന്നെ അടുത്തുള്ളത് സ്ലോ മോഷൻ എന്ന് പറയുന്നതാണ്. ഒന്നും ഞാൻ കണ്ടുപിടിച്ചൊരു പുതിയ സങ്കേതമല്ലല്ലോ സ്ലോ മോഷൻ. നമ്മളൊക്കെ ചെറുപ്പം തുടങ്ങി കാണുന്ന ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യം ഫിലിം ക്യാമറയിൽ മാത്രം കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്ലോ മോഷൻ. നമുക്ക് വീഡിയോ ക്യാമറ കാണിക്കാൻ പറ്റില്ല, മറ്റൊരു ജീവിതത്തിലും കാണിക്കാൻ പറ്റില്ല. സ്ലോ മോഷൻ ഇല്ല ജീവിതത്തിൽ കാര്യം. അപ്പോൾ
അപ്പോൾ അതൊരു ആ മോഷനിൽ എൻ്റെ ഒരു റിയാലിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഭയങ്കര എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് ഇപ്പോൾ ഈ സ്ലോ മോഷൻ എന്നെ ദയവ് ചെയ്ത് വിമർശിക്കുന്നവർ എൻ്റെ ആ ഒരു സ്ലോ മോഷൻ ഷോട്ടിൻ്റെ മുമ്പ് 5 ഫാസ്റ്റ് മോഷൻ ഷോട്ടും ഉണ്ട്. ആ 5 ഫാസ്റ്റ് മോഷൻ ഷോട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ അണ്ടർ ക്രാങ്ക് ചെയ്യാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നോർമൽ സ്പീഡിൽ നിന്ന് കൂടുതലായിട്ട് അണ്ടർ ക്രാങ്ക് ചെയ്തിട്ടുള്ള കാര്യം നോർമൽ സ്പീഡ് കൂട്ടിയും ഇപ്പോൾ ഒരു ആക്ഷൻ സീനിൽ കുറേ 20 ഫ്രെയിംസ് പോയിട്ടാണ് വേണം നമ്മളൊരു 48 ഫ്രെയിംസ് സ്ലോ മോഷനിലോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാർ കാണുന്ന ഹിന്ദി, തമിഴ്, തെലുങ്ക് സിനിമകളിലുള്ള 50% പോലും എൻ്റെ സിനിമയിൽ സ്ലോ മോഷൻ ഇല്ല. അപ്പോൾ എൻ്റെ സിനിമയിൽ സ്ലോ മോഷൻസ് ഇഷ്ടം പോലെ പേരുണ്ട്. അവരെ ഡിപ്രസ്ഡ് ആക്കാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല. അപ്പോൾ എനിക്ക് ആകെ പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ, കാര്യം ഇത് നമ്മളിപ്പോൾ ഒരു സിനിമയല്ല, ഒരു TV പോലുമല്ല. കാര്യം എന്ന് വെച്ചാൽ TV ചിലപ്പോൾ നമ്മൾ വീട്ടിൽ പോയിരിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാതെ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു സീരിയൽ കാണാൻ ഇഷ്ടമല്ലെങ്കിലും പോയിരിക്കുമ്പോൾ എൻ്റെ അമ്മയായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ എൻ്റെ അമ്മ സീരിയൽ കാണുവാണെങ്കിൽ ഞാൻ അമ്മയായിട്ടിരുന്ന് സീരിയൽ കണ്ടുകൊണ്ട് അമ്മയായിട്ട് സംസാരിച്ചിട്ട് പോരേണ്ടി വരും. അപ്പോൾ സിനിമയിൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, ഇപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത കുറേ സിനിമകളുണ്ട്. അവർ കുറേ സംവിധായകരുമുണ്ട് എനിക്ക് സത്യസന്ധമായിട്ടും ഇഷ്ടമല്ലാത്ത. അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുമുണ്ട്. ഞാനതൊന്നും കാണാൻ പോകാറില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ദയവ് ചെയ്ത് ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചോയ്സാണ്. എല്ലാവർക്കും നമ്മുടെ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് രാജ്യം എന്നുള്ള രീതിയിൽ സ്ലോ മോഷൻ കാണാൻ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അങ്ങനെയല്ലേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 1000 കണക്കിനുള്ള കാര്യങ്ങളുണ്ട്, 1000 കണക്കിനുള്ള എൻ്റർടൈൻമെൻറ്റുകളുണ്ട്. ഇപ്പം നമ്മൾ പല കാര്യങ്ങളും കാണാൻ ഇഷ്ടപ്പെടും. ഇപ്പോൾ എനിക്ക് കുറേ ആൾക്കാർ അവരുടെ മൊബൈലുകളിൽ ദാരുണമായിട്ടുള്ള മരണങ്ങൾ, മറിച്ച് അങ്ങനെ ഷോക്കടിച്ച് മരിക്കുന്നത്, ആന കുത്തിക്കൊല്ലുന്നത്, ഇങ്ങനെയുള്ള സാധനങ്ങൾ മൊബൈൽ MMS ആയിട്ട് കയ്യിൽ വെക്കാറുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞു, ദയവ് തന്നെ കാണിക്കരുത്. കാര്യം എനിക്ക് കാണാൻ താല്പര്യമില്ല. അത് നമ്മുടെ ഒരു ചോയ്സാണ്, അല്ലാതെ കാര്യം നമുക്ക് ഇഷ്ടമില്ലാത്ത അങ്ങനെ. അപ്പോൾ എനിക്ക് ആകെ എൻ്റെ ഒരൊറ്റ റിക്വസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ മോഷൻ ഇഷ്ടമില്ലാത്തവരെ എൻ്റെ സ്ലോ മോഷനുള്ള സിനിമകൾ കാണാതിരിക്കും.